എന്തെങ്കിലും വന്നാലും ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ്. മോളിത്തെ വെള്ളം, ടോയ്ലറ്റിൽ നിന്ന് വെള്ളം താഴോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് അടുക്കളയും കയറാൻ ഒക്കില്ല, കുളിമുറിയും കയറാൻ ഒക്കില്ല. ബാത്റൂമിൽ പോയി കൈയും കാലും കഴുകിട്ട് തിരിച്ച് കയറി വരാൻ എൻ്റെ ഈ വണ്ടേ കൂടെ വന്ന് വീഴുന്ന ഇവിടെ ഇങ്ങനെ വന്ന് വീഴുന്നു. തിരുവനന്തപുരം ജില്ലയിലെ രാജാജി നഗറിലാണ് നിൽക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തുള്ള തമ്പാനൂരിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 12 ഏക്കർ സ്ഥലമാണ് രാജാജി നഗർ. ഏതാണ്ട് 1000-ലധികം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. 1000-ലധികം കുടുംബങ്ങളിലായി ഏതാണ്ട് 5000-ഓളം മനുഷ്യർ ഈ രാജാജി നഗർ ഭാഗത്ത് മാത്രം താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി രാജാജി നഗറിനെ കുറിച്ച് വരുന്ന വാർത്തകളൊക്കെ തന്നെയും രാജാജി നഗർ വികസനത്തിന്റെ പാതയിലാണ് എന്നുള്ളതാണ്. പക്ഷെ രാജാജി നഗർ വികസനത്തിന്റെ പാതയിൽ അല്ല. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ മനുഷ്യരെ അധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഫ്ളാറ്റ് നിർമ്മിക്കുകയുണ്ടായി. ഏതാണ്ട് 10-48 വർഷങ്ങൾക്ക് മുൻപാണ്. ഇന്ന് ഫ്ളാറ്റ് എല്ലാം ഇടിഞ്ഞു വീണ് അത് തലയിലേക്ക് വീണ് ഏത് നിമിഷവും അപകടം സംഭവിക്കാമെന്ന ഭയത്തിലാണ് ഇവിടുത്തെ മനുഷ്യർ താമസിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ തന്നെ വത്സല എന്ന് പറയുന്ന ഒരു അമ്മയുടെ വീട്ടിലാണ്. നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം വലിയൊരു അപകട കെണിയാണ് ഈ വീടിന്റെ മേൽക്കൂര. ഇത് ഈ വീടിന്റെ മാത്രം സ്ഥിതിയല്ല, രാജാജി നഗറിലെ പല ഫ്ളാറ്റുകളുടെയും അവസ്ഥ ഇന്ന് ഇതാണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ 2 നിലകളിലായിട്ടാണ് ഈ ഫ്ളാറ്റുകൾ പണിതിരിക്കുന്നത്. ഇതിന്റെ രണ്ടാമത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ മഴ പെയ്യുന്നില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മഴ കൂടി പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇനി താഴത്തെ നിലയിൽ താമസിക്കുന്നവരുടെ അവസ്ഥ മറ്റൊന്നാണ്. ഈ മുകളിലത്തെ നിലയിലെ ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും തന്നെ കൃത്യമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഡ്രെയിനേജ് ഇവിടുത്തെ ശുചിമുറികൾ ഉപയോഗിക്കുമ്പോൾ തൊട്ട് താഴത്തെ വീടുകളിലെ ഇതിന്റെ താഴെയുള്ള വീടുകളിലെ അടുക്കളയിലേക്കും മുറികളിലേക്കും ഹോളിലേക്കും ഒക്കെയാണ് ഈ ഡ്രെയിനേജിന്റെ വെള്ളം ചെന്ന് വീഴുന്നത്. പല ആളുകളും അവരുടെ വീട്ടിൽ പാചകം പോലും ചെയ്യാറില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നിന്നും തൊട്ടടുത്ത വീട്ടിലേക്ക് വരികയാണെങ്കിൽ ദാ നമുക്ക് കാണാം ഈ വീടിന്റെ അവസ്ഥയും ആ വീടിനേക്കാൾ ശോചനീയമായ അവസ്ഥയിലാണ് ദാ ഈ വീട് കിടക്കുന്നത്. ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മുടെ തലയിലേക്ക് ഇടിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. നമുക്ക് ആ തറയിലേക്ക് നോക്കിയാൽ കാണാം കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് കിടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ബാക്കി ഭാഗങ്ങൾ കൂടി ഇങ്ങനെ അടർന്നു വീഴാം. ടോയ്ലറ്റിന്റെയും മറ്റും അവസ്ഥയൊക്കെ തന്നെയും ഇത് തന്നെയാണ്. അങ്ങനെ എത്രയധികം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ വീടുകളൊക്കെ മെയിന്റനൻസ് ചെയ്യണമെങ്കിൽ, പരിഷ്കരിക്കണമെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പണം എടുക്കണമെന്നുള്ളതാണ്. കാരണം ഈ വീട് ഈട് വെച്ചോ ഈ വീട് കാണിച്ചുകൊണ്ടോ ഇവർക്ക് മെയിന്റനൻസിന് പൈസ വാങ്ങാൻ പറ്റില്ല. കാരണം ഈ വീടുകൾക്കൊന്നും തന്നെ ഇവരുടെ കയ്യിൽ ഉടമസ്ഥ അവകാശം ഇല്ല എന്നുള്ളതാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് കൃത്യമായി ഇത് കൈമാറിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടാമായിരുന്നു. പക്ഷെ അതിനൊന്നും ഇവർക്ക് നിലവിൽ സാധിക്കുന്നില്ല. ഈ അമ്മമാരൊക്കെ തന്നെയും ഇതേ ദുരവസ്ഥ നേരിടുന്ന മനുഷ്യരാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്യുമ്പോൾ കിടക്കാൻ ഒക്കില്ല, അകത്ത മുറിയിൽ ഒട്ടും കിടക്കാൻ ഒക്കില്ല. ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല, ആ ഗതിയിൽ എപ്പോഴും ഇടിഞ്ഞ് കയറി നോക്കി അറിയാം. അത്ര ഇതായിട്ടാണ് വന്നത്. ഞാൻ ഒരു അസുഖക്കാരിയാണ്. എൻ്റെ അയൻസെല്ലാം കഴിഞ്ഞ് ICUയിൽ കിടന്നിട്ടൊക്കെ വന്നിരിക്കുന്നതാണ്. ഇല്ല, ഇതാ ഈ അമ്മയ്ക്ക് അപകടം പറ്റിയ അമ്മയാണ്. അമ്മയുടെ ദേഹത്തൂടെയാണ് അന്ന് കട്ടകൾ വന്ന് വീണത്, കോൺക്രീറ്റ് പാളി വന്ന് വീണത് അല്ലേ? എന്റെ കയ്യില് എന്റെ ഈ വശത്തറ, പിന്നെ ഞങ്ങളുടെ അത് തന്നെയാണ്. ആഹാരം വെച്ച് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മുകളിലത്തെ വീട്ടിലെ ഡ്രെയിനേജിൽ നിന്ന് വെള്ളം വീഴുവാണ്. വെള്ളം വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. മൂടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ആ വെള്ളം ആ ആഹാരത്തിൽ തന്നെയാണ് വീഴുന്നത്. കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മളവിടെ. വെള്ളത്തിലാണ് നടന്ന് പോണത് അങ്ങോന്ന്. അതും ഡ്രെയിനേജ് വെള്ളം അല്ലേ? ഡ്രെയിനേജ് വെള്ളം. ഈ അമ്മമാർക്കെല്ലാം ഇത് തന്നെയാണ് അല്ലേ? ഡ്രെയിനേജ് വെള്ളം തന്നെ താഴോട്ട് വന്നതിന് ഭക്ഷണങ്ങളൊന്നും വെക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ രാത്രി ഉറങ്ങണമെന്നേ ഉള്ളൂ. ആ ഒരു പ്രയാസങ്ങളുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് നമുക്ക് സഹായം ചെയ്താൽ നമുക്ക് നല്ലത്. കാരണം ഞങ്ങളെല്ലാം കഴിവില്ലാത്തവരാണ്, ഒന്നും സാമ്പത്തികമുള്ളവരൊന്നും അല്ല. കണ്ടവരച്ച് പാത്രം കഴിയുക ജീവിക്കണം ഞങ്ങളാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു തരണം മേഡം. ഇതിപ്പോ ഇവിടെ കൌൺസിലർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. കൌൺസിലർ ഇതുമായി ബന്ധപ്പെട്ട് CM-നടക്കം പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൽ ഒരു പരിഹാരം, അത് ശാശ്വതമായ പരിഹാരം തന്നെ വേണമെന്നുള്ളതാണ്. കാരണം താൽക്കാലികമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടായിട്ട് കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണം. പരാതി കൊടുത്തിട്ടുണ്ട് അല്ലേ? പരാതി ബഹുമാനപ്പെട്ട CM-ന് കൊടുത്തിട്ടുണ്ട്. അതേ ഇവിടെ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മന്ത്രി എന്നുള്ള നിലയിൽ MLA എന്നുള്ള നിലയിൽ CP ജോൺ പരാതി കൊടുത്തിട്ടുണ്ട്. CP ജോൺ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം 1-2 ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ അത് പോരാ. നമുക്ക് ഇവിടെ ഉള്ളൊരു ശാശ്വതമായ ഒരു ഭവന നിർമ്മാണമാണ് ആവശ്യം. എന്നുവെച്ചാൽ ഇതൊന്നും എത്ര നാൾ ഇരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും ചെറിയ ചെറിയ അപകടങ്ങൾ സംഭവിച്ചോളൂ. അതുപോലെ ഇനി വലിയ അപകടങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ അശ്രദ്ധയോടെ ഇരുന്നാൽ വലിയ അപകടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഈ വീടുകൾക്കൊക്കെ ഉടമസ്ഥാവകാശം
കൊടുക്കാൻ തീരുമാനിച്ചു. ഗവൺമെന്റ് ഓർഡർ ആയതാണ്. ആ ഓർഡർ നമ്മളിപ്പം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണം. അപ്പം ആ ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർക്ക് മെയിൻ്റെനൻസ് ലോണും മറ്റു കാര്യങ്ങൾക്ക് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള പൈസ ഉൾപ്പെടെ നഗരസഭയിൽ നിന്ന് കൊടുക്കാൻ കഴിയും. അതിപ്പോൾ നമ്മൾ ഒരു 1-2 ആഴ്ചത്തേക്കകത്ത് ഗവൺമെന്റ് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യും. ബാത്റൂമിൽ പോയി കൈയും കാലും കഴുകിയിട്ട് തിരിച്ച് കയറി വരാൻ എൻ്റെ ഈ മണ്ടേ കൂടെ വന്ന് വീഴുന്നത്. ഇവിടെ ഇങ്ങനെ വന്ന് വീഴുന്നു. തല പൊട്ടി രക്ഷപ്പെടാന്ന് പിള്ളേരവിടെ കിടക്കുകയായിരുന്നു. അവരെ എൻ്റെ വിളി കേട്ടോണ്ട് അവർ ഓടി വന്ന് പിന്നെ എനിക്ക് എന്തരാണ് ഓർമ്മയില്ലാതെ ആയിപ്പോയി. അവരോട് തന്നെ ജലാശുപത്രി കൊണ്ടപ്പോൾ അവിടെ നിന്ന് തന്നെ മെഡിക്കലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ലാന്ന് പറഞ്ഞു വിട്ടു. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അതിൻ്റെ വേദനയുണ്ട്. തലപ്പെരുപ്പ് അപ്പോഴപ്പോഴും തലപ്പെരുപ്പ് ഈ സൈഡ് ഇങ്ങനെ രണ്ടും ഇങ്ങനെ തലപ്പെരുത്ത് എനിക്ക് സംസാരിക്കാൻ പോലും ചില സമയത്ത് വയ്യാതെ ആയിപ്പോയി. ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. ഇവിടെ അടുത്തൊരു ഗ്രൗണ്ടിൽ ഒരു സാറ് ചോറ് കൊണ്ടുവരും. അപ്പോൾ ആ പൊതിച്ചോറ് വാങ്ങിച്ച് കഴിക്കും. അങ്ങനെയാണ് ജീവിക്കുന്നത്. പേടിയുണ്ട്. ഇനിയിപ്പം ചെയ്യാൻ പേടിച്ച് തന്നെ കിടക്കുന്നത്. ഇവിടെയാണ് കിടന്നത്. ഇപ്പോഴാണ് ഇവിടെ നിന്ന് വീണ് മണ്ണെല്ലാം വാരി ഇവിടെ വെച്ചേക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയിലാണ്. എന്തെങ്കിലും വന്നാലും ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ്. കട്ടിലൂടെയാണ് കിടന്നത്. ഇവിടെയാണ് വീണ് ഇവിടെയാണ്. ആൾക്കാരെല്ലാം ഓടിയെത്തി. ചോരും എല്ലാം നനയുന്നുണ്ട്. മോളിലത്തെ വെള്ളം, ടോയ്ലറ്റിൽ നിന്ന് വെള്ളം താഴോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് അടുക്കളയും കയറാൻ ആക്കില്ല, കുളിമുറിയും കയറാൻ ആക്കില്ല. കഞ്ഞി വെക്കാൻ കൂടിയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പല പോലീസ് കേസ് ആക്കിയിട്ടും ഒരു രക്ഷയില്ല ഞങ്ങൾക്ക്. അപ്പം ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിവൃത്തിയിലാണ് നടക്കണേണ്. കൈ വെള്ളം വീഴും, എന്ത് ചെയ്യാൻ പറ്റും? പാത്രത്തിൽ വെള്ളം വീഴും. അപ്പോൾ എങ്ങനെ നമുക്ക് വിശ്വസിച്ച് കഴിക്കും? അങ്ങനെ പുറത്ത് നിൽക്കും. അപ്പോൾ ഒറ്റ കാരണം പിന്നെ രക്ഷയില്ല. ഇവിടെ നിന്ന് മേടിച്ച് തിന്നാം. അങ്ങനത്തെ കണ്ടീഷൻ നമുക്കുള്ളത്. അപ്പൊ എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഫ്ളാറ്റുകളുടെ തൊട്ട് അപ്പുറത്തെ വശത്തായിട്ട് 32 ഫ്ളാറ്റുകൾ ചേർന്നിട്ട് 32 വീടുകൾ ചേർന്നിട്ടുള്ള ഒരു ഫ്ളാറ്റ് അപ്പുറത്ത് പണിതിട്ടുണ്ട്. പക്ഷേ അത് ആർക്കൊക്കെ അതിന്റെ പണി ഏതാണ്ട് പൂർത്തിയായി തന്നെ കിടക്കുകയാണ്. പക്ഷേ അത് ആർക്കൊക്കെ കൈമാറണം, അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിൽ ചെറിയ ഒരു തടസ്സം ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിലടക്കം ചില പ്രതിസന്ധികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇതുവരെയും കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന ഫ്ളാറ്റുകൾ നമുക്ക് കാണാം. ഇതുപോലെ അപ്പുറത്തും ഒക്കെ നിരവധി ഫ്ളാറ്റുകളുണ്ട്. ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിൽ തന്നെ 5000-ലധികം ആളുകളാണ് ഈ ഒരൊറ്റ പ്രദേശത്ത് ഈ 12 ഏക്കറിനുള്ളിൽ തന്നെ താമസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നഗറിൽ മാത്രം അത്രയും അധികം ആളുകളുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൃത്യമായ രീതിയിൽ തന്നെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പുതിയ ഫ്ളാറ്റ് പണിത് ഇവരെയൊക്കെ മാറ്റി താമസിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴി നിലവിൽ ഇവരുടെ മുന്നിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് കോർപ്പറേഷനും ഒക്കെ തന്നെയും ഒരു സഹായം വേണം. സർക്കാർ അധികൃതർ എത്രയും പെട്ടെന്ന് ഇവരുടെ ദുരിതം കണ്ടുകൊണ്ട് കണ്ണു തുറന്ന് ഒരു കൃത്യമായ പ്രവർത്തനത്തിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതിലൂടെ റിപ്പോർട്ടർ ടിവിയും ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ജംഗലിനൊപ്പം റിപ്പോർട്ടർ സ്വാതന്ത്ര്യ സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.